ഇന്ത്യയുടെ 171 നമ്പർ വിമാനം റൺവേയിൽ നിന്ന് പറന്നുയർന്ന് ആ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങുന്നതിനിടയിലുള്ള 32 സെക്കൻഡുകൾ എന്ത് സംഭവിച്ചു എന്നതിലേക്ക് വഴി തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. 15 പേജുകൾ. അതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് അപകട കാരണം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ചില സംശയങ്ങൾ, ചില ചോദ്യങ്ങളെല്ലാം ബാക്കിയാകുന്നുണ്ട്. 4 കാര്യങ്ങളാണ്, 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വിമാനത്തിലെ സാങ്കേതികമായിട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക് പരമായിട്ടുമുള്ള തകരാറുകളാണ്. അതായത് വിമാനത്തിൻ്റെ മൈക്രോ പ്രോസസ്സറിലടക്കമുള്ള തകരാറുകൾ സംഭവിച്ചതാകാം കാരണമെന്നുള്ളത്. രണ്ടാമത്തേത് ഈ ബോയിങ് 787 വിമാനത്തിൻ്റെ കോക്പിറ്റിൽ ഉണ്ടായിട്ടുള്ള ഡിസൈനിങ്ങിലെ പിഴവ് എന്നുള്ള കാര്യം കൂടിയാണ്. മൂന്നാമത്തേത് ഈ പറയുന്ന ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അത് സർവീസിംഗ് നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള പിഴവ്. നാലാമത്തേതാണ് പൈലറ്റുമാർക്ക് സംഭവിക്കാൻ സാധ്യതയായിട്ടുള്ള പിഴവുകൾ ഈ സ്വിച്ച് ഓഫ് ആക്കുന്നതിലടക്കം. പക്ഷേ എല്ലാ വിരലുകളും ചൂണ്ടുന്നത് ബോയിങ്ങിലേക്കാണ്. വിദഗ്ധരെല്ലാം തന്നെ ബോയിങ്ങിനെ കൃത്യമായി ചൂണ്ടി പറയുന്നുണ്ട്. അതിന് കാരണം അവർ മുന്നറിയിപ്പുകൾ അവഗണിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. ഈ വിമാനങ്ങളിലെ, ബോയിങ്ങിൻ്റെ വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളെ സംബന്ധിച്ചുള്ള പിഴവുകൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. 2018 ആദ്യം, അന്ന് അമേരിക്കയിൽ FAA അഥവാ അമേരിക്കയുടെ വ്യോമയാന സെക്ടറിലുള്ള ഏറ്റവും ഉയർന്ന സെക്യൂരിറ്റി സംവിധാന സിസ്റ്റം, അവർ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. അത് 737 വിമാനങ്ങളെ സംബന്ധിച്ചായിരുന്നെങ്കിൽ പോലും അതേ സംവിധാനങ്ങൾ തന്നെയാണ് 787ലും ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ടുള്ള പിശകുകൾ ഈ പറയുന്ന ഇന്ധന നിയന്ത്രണ സ്വിച്ചിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ അത് കൂടുതൽ വിമാന കമ്പനികളിലേക്ക് പങ്കുവെക്കാതെ അവർ മറച്ചു വെച്ചു. ഒരുപക്ഷെ അതിന് കാരണം കൂടുതൽ വിറ്റുവരവുള്ള വിമാനമാണ് 737ഉം 787ഉം. അതിൻ്റെ കച്ചവടത്തിൽ കുറവുണ്ടാവരുത് എന്നുള്ളൊരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം. രണ്ടാമത്തേത് ജെനെക്സ് എന്ന് പറയുന്ന എഞ്ചിൻ, അത് ജനറൽ ഇലക്ട്രിക്സ് പുറത്തിറക്കുന്ന എഞ്ചിനാണ്. ആ എഞ്ചിൻ തന്നെയാണ് ഈ 787 വിമാനങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൈക്രോ പ്രോസസ്സറിനെ സംബന്ധിച്ച്, ആ മൈക്രോ പ്രോസസ്സർ ആണെങ്കിൽ നേരിട്ട് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചിനെ സംബന്ധിച്ചും ഇന്ധന നിയന്ത്രണത്തെ സംബന്ധിച്ചും അതിനെ നിയന്ത്രിക്കുന്നവയാണ്. അത് അറ്റകുറ്റപ്പണി നടത്തണം, അത് മാറ്റണം എന്നുള്ള കാര്യം വിമാന കമ്പനികളോട് ഒരു രഹസ്യ സ്വഭാവമുള്ള ബുള്ളറ്റിൻ വഴി ഈ കമ്പനി അറിയിച്ചിരുന്നു. ഇതെല്ലാം വഴിവെക്കുന്നത് ബോയിങ്ങിൻ്റെ പിശകിലേക്ക് തന്നെയാണ്. പക്ഷേ അപ്പോഴും പൈലറ്റുമാരെ മനഃപൂർവ്വം ബലിയാടികളാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിർണായകം. എന്തായാലും എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഈ സ്വിച്ചുകൾ ഓഫായത് എന്നുള്ളതിലൊരു വ്യക്തത വരണമെങ്കിൽ അതിന് അന്തിമ റിപ്പോർട്ട് പുറത്തു വരണം, അന്തിമമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാകണം. പക്ഷേ അതിന് ഒരുപക്ഷെ ഇനിയും മാസങ്ങൾ എടുത്തേക്കും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.